അപ്പൊ ഖലീഫ ഒരുപാട് പ്രതീക്ഷകളോടെ വരുന്ന നമ്മുടെ സ്വന്തം രാജുവേട്ടന്റെ പടം. അയ്യോ ലാലേട്ടനെ പോയല്ലോ, രാജുവേട്ടന്റെ പടം. ഓക്കെ, അപ്പൊ അതാണ് നമ്മുടെ ഖലീഫ. അപ്പൊ ഖലീഫ ഇത് ഒട്ടനെ റിലീസ് ആകാൻ പോണ 20th. അപ്പൊ ഇന്നിപ്പം 16 തീയതിയാണ് കേട്ടോ. അപ്പത്തേക്ക് ഇനി കുറച്ച് ദിവസം കൂടെ 4 ദിവസം കൂടെ കഴിഞ്ഞാൽ പടം അങ്ങ് വരികയാണ് കേട്ടോ. അപ്പൊ ഈ പടത്തിനെ പറ്റിയുള്ള നമ്മുടെ കുറച്ച് എക്സ്പെക്ടേഷൻസ് ഒക്കെയാണ് കേട്ടോ നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത്. ട്രെയിലർ ലോഞ്ച് ആയിട്ടുണ്ട്. അപ്പൊ ആ ട്രെയിലർ കണ്ടു. അപ്പൊ മൊത്തത്തിൽ നമുക്ക് ആ ട്രെയിലറും കൂടെ കണ്ടിട്ട് അതിന്റെ ഫുൾ ഒരു ഔട്ട്പുട്ടിൽ നിന്നുകൊണ്ടൊരു ഒരു കാര്യം ഉറപ്പായിട്ട് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. ഇതിന്റെ സിനിമാറ്റോഗ്രഫി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാണല്ലോ, ഇത് പടം ഹിറ്റോ ഫ്ലോപ്പോ, ഓക്കെ, അതൊക്കെ ഓഡിയൻസിന്റെ ഒരു മാസ് ഓഡിയൻസിന്റെ ഇടയിലേക്കാണല്ലേ ഒരു മൂവി എന്നൊക്കെ പറയുന്നത് പോകുന്നത്. അപ്പൊ അത് അവരാണ് ഡിസൈഡ് ചെയ്യേണ്ടത്. ഒരുപാട് ആളുകൾക്ക് ഇമോഷണലി കണക്ട് ആകുന്ന പടമാണെങ്കിൽ ഉറപ്പായിട്ട് അത് ഹിറ്റ് ആവും, ഇല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി പൊട്ടുന്ന രീതിക്കായി പോകും. പക്ഷെ ഒരു കാര്യം നമുക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല, ഈ ഖലീഫ എന്ന് പറഞ്ഞ മൂവിക്കകത്ത് ഇതിന്റെ സിനിമാറ്റോഗ്രഫി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാണല്ലോ പക്കാ സാധനമായിരിക്കും. ഇതിന്റെ സിനിമാറ്റോഗ്രഫി ഒരു രക്ഷയിലായിരിക്കും. ഞാനിത് പറയാം, വേണമെങ്കിൽ ഇത് എഴുതി വെച്ചു. ഇതിന്റെ സിനിമാറ്റോഗ്രഫിയെ പറ്റി ഒരുപാട് ആളുകൾ സംസാരിക്കും. മാത്രമല്ല ഇത് OTT റിലീസ് ആയി കഴിയുമ്പോഴത്തേനുണ്ടല്ലോ, പടം ആദ്യം തിയേറ്ററിൽ വരും, അതേപോലെ OTT റിലീസ് ആയി കഴിയുമ്പോഴത്തേന് ഉറപ്പായിട്ടും ആളുകൾ ഇതിനെപ്പറ്റി സംസാരിക്കും. ഉറപ്പായിട്ടും ഇൻസ്റ്റയില്, വാട്സപ്പ് സ്റ്റാറ്റസ് ആയിട്ടോ, ഇൻസ്റ്റയില് റീലായിട്ടോ ഒക്കെ, ഇത് യൂട്യൂബിൽ ഷോർട്സ് ആയിട്ടോ ഒക്കെ ഇതിന്റെ ക്ലിപ്സ് നമുക്ക് കാണാൻ വേണ്ടി പറ്റും കേട്ടോ. ഈ പടം റിലീസ് ആയി OTT കൂടെ വന്നു കഴിയുമ്പോഴത്തേനും അത് അത്രയ്ക്കും നല്ലൊരു മേക്കിംഗ് ആയിട്ടുള്ള പടമാണ്. നമുക്ക് ആ ട്രെയിലർ കണ്ടിട്ട് നമുക്ക് ഇത് പറയാൻ വേണ്ടി പറ്റും എത്രത്തോളം ഇതിന് മേക്കിംഗ് ക്വാളിറ്റി ഉണ്ടെന്ന് കേട്ടോ. ബാക്കി പടം വന്നിട്ടാണ്, ഇതിപ്പോ ഹിറ്റ് ഓഫ് ഫ്ലോപ്പ് എന്നൊക്കെ ഉള്ളത് പടം വന്നിട്ടാണ് കേട്ടോ പറയേണ്ടത്. പിന്നെ മറ്റൊരു കാര്യം നമുക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല, നല്ലൊരു കാസ്റ്റിംഗ് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇന്ദ്രൻസ് പോലുള്ള ഭയങ്കര എന്താ പറയുക ലെജൻഡറി ആയിട്ടുള്ള കുറേ പേരെ ഇവര് കാസ്റ്റ് ചെയ്തിട്ടുണ്ട്. കുറച്ച് ന്യൂ ഫേസ് എന്ന് എനിക്കിപ്പോ ന്യൂ ഫേസ് ആയിട്ട് തോന്നിയതാണെന്ന് എനിക്കറിയത്തില്ല. കാര്യം വില്ലന്റെ ഗ്യാങ്ങിലുള്ള കുറച്ച് ടീംസ് ഒക്കെ കുറച്ച് ന്യൂ ഫേസസ് പോലെ എനിക്ക് തോന്നി കേട്ടോ. ഞാൻ അവരെ വേറെ പടങ്ങളിലൊന്നും ഞാൻ ഒരുപാട് അങ്ങനെ കണ്ടിട്ടില്ല, അതുകൊണ്ട് എനിക്ക് അങ്ങനെ തോന്നുന്നു കേട്ടോ. നിങ്ങൾക്ക് അങ്ങനെ തോന്നിയെങ്കിൽ ഉറപ്പായിട്ട് കമന്റ് ചെയ്യട്ടോ ആ ഒരു ട്രെയിലർ കണ്ടു നോക്കിയിട്ട്. അപ്പൊ അങ്ങനെയൊക്കെയാണ് ഈ ഒരു പടത്തിന്റെ നമുക്കൊരു എക്സ്പെക്ടേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടോ. പിന്നെ ഹിറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും പൃഥ്വിരാജിന്റെ കരിയറിൽ ഒരു മറ്റൊരു ബൂസ്റ്റ്. ഓൾറെഡി ഇദ്ദേഹത്തിന് ബൂസ്റ്റ് ഇല്ലാത്തതുകൊണ്ടോ ആഡ് ചെയ്ത ആളാണോ. അപ്പം എന്ത് വേണമെങ്കിലും അദ്ദേഹത്തിന് ഇനിയിപ്പോ ഒരു ബൂസ്റ്റ് കിട്ടിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഈ ഒരു പടം ഉറപ്പായിട്ട് മേക്കിംഗ് ക്വാളിറ്റി കൊണ്ട് ഇത് ഹിറ്റ് ആവും എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. ഇതിന്റെ അത്ര പക്കയായിട്ടാണ് ഇത് കൊടുത്തത്. കളർ ഗ്രേഡിംഗ് ആണെങ്കിൽ രസമാണ്. ട്രെയിലർ ഒന്ന് കണ്ടു നോക്കണം, അത് അടിപൊളിയാണ് കേട്ടോ. പിന്നെ ഞാൻ ഇതിന്റെ ഒരു സ്റ്റോറിയിലെ ഒരു എക്സ്പെക്ടേഷൻ, ഇപ്പൊ എന്റെ ഒരു എക്സ്പെക്ടേഷൻ ആണ് കേട്ടോ. ഇതൊക്കെ കണ്ടിട്ട് ഈ ട്രെയിലറൊക്കെ കാണുമ്പോഴത്തേന് എനിക്ക് തോന്നിയ കാര്യം എന്താണെന്ന് ഞാൻ സ്റ്റോറിയിൽ ഞാൻ വേണമെങ്കിൽ പറഞ്ഞുതരാം. അതായത് ഇതിന്റെ സ്റ്റാർട്ടിങ് എങ്ങനെയായിരിക്കും എന്നറിയോ? അതായത് ഇതൊരു സ്മഗ്ലിംഗ് ഒക്കെ ബന്ധപ്പെട്ട ഈ ക്യാരക്ടർ, പൃഥ്വിരാജിന്റെ ക്യാരക്ടർ ഒരു സ്മഗ്ലർ എന്നുള്ള രീതിക്കാണ് കേട്ടോ ഇതിനകത്ത് വരുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ ക്യാരക്ടർ ആദ്യമേ ഇതിന്റെ തുടക്കത്തിൽ നമ്മൾ എല്ലാ പടത്തിലും കാണുന്ന പോലെ തന്നെ ഒന്നെങ്കിൽ അതിൽ ഒരു പാർഷ്യലി ഇൻവോൾവ് ആയിട്ടുള്ള ആളായിരിക്കും അതിനകത്ത്, അല്ലെങ്കിൽ അത് അങ്ങോട്ടൊരു ബന്ധമില്ലാതെ മറ്റെന്തെങ്കിലും ഒരു ഫീൽഡിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരാളായിരിക്കും പൃഥ്വിരാജിന്റെ ആ ഒരു ക്യാരക്ടർ. പിന്നീട് സ്മഗ്ലിങ്ങിന്റെ ആ ഒരു ഏരിയയിലേക്ക് വരുന്നു. ആദ്യം ജസ്റ്റ് ഒരു ബൂസ്റ്റ് ആയിട്ട് നമുക്ക് തുടങ്ങിയതാണെങ്കിൽ പിന്നീട് അദ്ദേഹം അതിനകത്തേക്ക് പെട്ടുപോകുന്നു. പിന്നീട് വില്ലന്മാരുടെ എൻട്രി വരുന്നു. പിന്നെ വില്ലന്മാരെ എല്ലാം കൂടെ അടിച്ചൊതുക്കുന്നു. അങ്ങനെ പിന്നെ അതിൻ്റെ ഇടയ്ക്ക് അദ്ദേഹത്തിന് ഒരുപാട് പ്രധാനപ്പെട്ട കുറെ നഷ്ടങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് കേട്ടോ. എനിക്ക് ട്രെയിലർ കണ്ടിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അതായത് ഫാമിലി ആണെങ്കിലും പേഴ്സണൽ ആയിട്ടാണെങ്കിലും ഒരുപാട് നഷ്ടങ്ങൾ അദ്ദേഹത്തിന് ഈ ക്യാരക്ടറിന് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അങ്ങനെ അങ്ങ് പടം അങ്ങ് പോകും. പിന്നെ ഒരു സെക്കൻഡ് ഹാഫ് ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും പിന്നെ ബൂസ്റ്റ് ആയിരിക്കും. വില്ലന്മാരെയൊക്കെ അടിച്ചു ഒതുക്കുന്ന ഭയങ്കര വെട്ടി പരിപാടിയൊക്കെ ആയിരിക്കും. പിന്നെ ജേക്സ് ബിജോയുടെ മ്യൂസിക് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ബാക്ക്ഗ്രൗണ്ട് ഒക്കെ നല്ല ത്രില്ലായിരിക്കും എനിക്ക് തോന്നുന്നു, പേഴ്സണലായിട്ട് എനിക്ക് തോന്നുന്നത്. അങ്ങനെ നമ്മൾ സ്റ്റോറിയിൽ നിന്ന് വിട്ടുപോകുന്നു. പിന്നെ ക്ലൈമാക്സിനോട് അടുക്കുന്ന സമയത്ത് ഒന്നെങ്കിൽ 2 ചാൻസ് സംഭവിക്കാം. ഒന്നെങ്കിൽ ഈ ക്യാരക്ടർ, പൃഥ്വിരാജിന്റെ ക്യാരക്ടർ ഇത് വിട്ടിട്ട് പോകും. ഈ സ്മഗ്ലിംഗ് എന്ന് പറഞ്ഞൊരു ഫീൽഡ് നേരെ നിർത്തി നല്ലൊരു എൻഡിലെ പടം കൊണ്ട് അവസാനിപ്പിച്ചിട്ട് ഇത് നിർത്തുന്ന ഒരു രീതിക്കാവും. അല്ലെങ്കിൽ അത് പാർഷ്യലി കണ്ടിന്യൂ ചെയ്യുന്ന ഒരു രീതിക്ക് അത് മുന്നോട്ട് പോകും. ഈ ഒരു രീതിക്കായിരിക്കും കേട്ടോ ഈ സ്റ്റോറി പോകുന്നത്. ഇത് എന്റെ എക്സ്പെക്ടേഷൻ ആണ് കേട്ടോ. എനിക്ക് തോന്നിയ കാര്യമാണ് കേട്ടോ. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഇതിന്റെ ഒരു പോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ബാക്കി നമുക്ക് പടം ഇറങ്ങി കഴിഞ്ഞ് നോക്കാം. അപ്പൊ എല്ലാവരും പോയിട്ട് ആ ഒരു ട്രെയിലർ ഒന്ന് കാണും കേട്ടോ. അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉറപ്പായിട്ടും ഒന്ന് കമന്റ് ചെയ്യട്ടാ.